യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുക. ഒന്ന്, ദൈവം കൈ നീട്ടി യിരെമ്യാവിൻ്റെ വായെ തൊട്ടു എന്ന് പറയുക, എൻ്റെ വചനം നിന്റെ വായിൽ ഞാൻ തന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ലൈഫിൽ ഒരു ദൈവസ്പർശനം ഉണ്ടാകണം എന്നുള്ളത്. ബൈബിളിൽ ആരെയെല്ലാം ദൈവം തൊട്ടിട്ടുണ്ടോ ആ തൊടിയില് അവന്റെ ചരിത്രത്തെ മാറ്റിയിട്ടുണ്ട്. മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോടാ ചോദ്യം, ആഗ്രഹമുണ്ടോ ദൈവം കൈ നീട്ടി നിന്നെ ഒന്ന് തൊടണം? ബൈബിൾ പഠിക്കുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കൈ നീട്ടി യാക്കോബിനെ തൊട്ടു. തൊട്ട സ്ഥലം ഉളുക്കിപ്പോയി. സ്തോത്രം. ദൈവം കൈ നീട്ടി യിരെമ്യാവിനെ തൊട്ടു. തൊട്ട സ്ഥലം ഉളുക്കുവല്ല ചെയ്തത്, തൊട്ട സ്ഥലത്ത് വചനത്തിന്റെ നിറവുണ്ടായി. യാക്കോബിനെ തൊട്ടപ്പോൾ യാക്കോബിന്റെ നടപ്പ് മാറി, യാക്കോബിന്റെ പേര് മാറി, യാക്കോബിന്റെ സ്ഥിതി മാറി. യിരെമ്യാവിനെ തൊട്ടപ്പോൾ യിരെമ്യാവിന്റെ വായ വചനം കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. നിങ്ങളുടെ ഉള്ളു കൊതിക്കുന്നില്ലേ, കർത്താവേ യിരെമ്യാവിനെ തൊട്ടതുപോലെ എൻ്റെ വായ ഒന്ന് തൊടണം? പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. നിന്റെ വായെ മൂർച്ചയുള്ളൊരു വാൾ പോലെയാക്കുമെന്ന് യെശയ്യാവ് പ്രവചിക്കുക. 45-ാം സങ്കീർത്തനം പറയുക, നിന്റെ നാവിനെ സമൃദ്ധകനായ ലേഖകന്റെ എഴുത്തുകോലാക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ നാവിനെ ദൈവം തൊടും, നിന്റെ വായെ ദൈവം തൊടും, നിന്റെ വായെ വചനം കൊണ്ട് ദൈവം നിറയ്ക്കും. അരുതാത്ത വാക്കുകൾ പറയാൻ പറ്റാത്ത പോലെ നിന്റെ വായെ വചനം കൊണ്ട് ദൈവം നിറയ്ക്കും. കൊതിയുള്ളവർ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ആ കൈ നീട്ടി ഞങ്ങളുടെ വായെ ഒന്ന് തൊടണം. ആ കൈ നീട്ടി ഞങ്ങളുടെ വായെ ഒന്ന് തൊടണം. ഞങ്ങളുടെ വായെ വചനം കൊണ്ട് നിറയ്ക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ കരം നിന്റെ വായെ തൊടും. ദൈവത്തിന്റെ കരം നിന്റെ വായെ വചനം കൊണ്ട് നിറയ്ക്കും. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലസ് യു.